ചേച്ചി നാട്ടിൽ വന്നപ്പോൾ ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്തു. മെലിഞ്ഞാന്ന് ഞങ്ങൾ അഭിനന്ദിച്ചുണ്ടായിരുന്നു. ഈ വീടിൻ്റെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പം പോയിട്ട് ഇന്നലെ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഇവിടുന്ന് ട്രെയിനാണ് ചെന്നൈക്ക് പോയത്. ചെന്നൈക്ക് പോയിട്ട് അവിടെ നിന്ന് അഹമ്മദാബാദിന് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്. യു കെക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അഹമ്മദാബാദിൽ നിന്ന് പോയത്. അപ്പോൾ ഈ വീടിൻ്റെ കർക്കിടമാസത്തിൽ തിരികെ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ചെന്ന അവിടെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. 28-ാം തീയതി ഈ വീടിൻ്റെ പാല് കാച്ച് തീരുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. നമുക്കെല്ലാം ഈ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. രഞ്ജിത ഉണ്ടാകരുത് എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നത്. ആള് വളരെ മിടുക്കിയായിരുന്നു. അത് ഈ ഗവൺമെൻറ് സർവീസിൽ ആളുകൾക്ക് ജോലി കിട്ടിയത് PSC ടെസ്റ്റ് എഴുതി അത് ലീവ് എടുത്തിട്ടാണ് ലേക്ക് പോയത്. ഇവിടെ തന്നെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനൊക്കെ കൂടിയാണ് ഇപ്പോൾ വന്നത്. 3-4 ദിവസം ഇവിടെ ഉള്ളായിരുന്നു. അത് മടങ്ങിപ്പോയപ്പോഴാണ് സംഭവം ഉണ്ടായത്. എത്ര നാൾ ഒമാനിലുണ്ടായിരുന്നു? ഒമാനിൽ എത്ര നാളുണ്ടായിരുന്നു എന്നുള്ളതിന് വിവരം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കുറച്ച് നാൾ ഒമാനിലായിരുന്നു, കുറച്ച് വർഷങ്ങൾ ഒമാനിലായിരുന്നു. ഗവൺമെൻറ് ജോലിക്ക് ഇരിക്കുമ്പോഴാണ് ലീവ് എടുത്ത് അവിടെ പോയത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മനോജ്.